ഹായ്, വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞാൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റം ഒന്നും നമ്മൾ പരിചയപ്പെടുത്തുന്നത്. അവന് വിളയിച്ചൊക്കെ നമ്മൾ ധാരാളം കഴിച്ചിട്ടുണ്ട്, പല പ്രാവശ്യമായിട്ട് നമ്മളത് ചെയ്തിട്ടുമുണ്ട്. പക്ഷേ നമ്മൾ നെല്ലും അവനും കൂടെ ഒന്ന് വിളയിച്ചെടുക്കുന്ന ഈ എള്ളിൻ്റെ ഔഷധ ഗുണമൊക്കെ നിങ്ങൾക്ക് പലർക്കും അറിയാമല്ലോ. ഒരുപാട് ഔഷധ ഗുണം അടങ്ങിയിരിക്കുന്ന ഒരു സാധനമാണ് എള്ളെന്ന് പറഞ്ഞത്. അപ്പോൾ അതും അവനും കൊണ്ട് ഒരു നാടൻ രീതി വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കുക. ഇപ്പോൾ സമയം കിടാതെ എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് ഒരു 150 ഗ്രാം അളവിൽ എള്ളെടുത്തിട്ടുണ്ട്. ആ എള്ളൊന്ന് കഴുകി വൃത്തിയാക്കിയെടുക്കണം. മണ്ണും പൊടിയും ആർക്കുമൊക്കെ കാണും. അപ്പം നല്ലപോലെ കഴുകി വൃത്തിയാക്കി ഒരു 2-3 പ്രാവശ്യം കഴുകിയെടുക്കണം. ഇതുപോലെ നേരിട്ട് നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കണം. ഈ എള്ളിൻ്റെ ഔഷധ ഗുണം ഞാൻ ഒന്നുകൂടെ പറയാട്ടെ. കാര്യം ഈ രക്തക്കുറവിനും അതുപോലെ തന്നെ ഒരുപാട് ഇരുമ്പ് സത്വമൊക്കെ ഉള്ള ഐറ്റമാണ്. ഒരുപാട് ഗുണങ്ങളുണ്ട് ഈ എള്ളിനെന്ന് പറഞ്ഞാൽ. അപ്പോൾ വേണ്ട വിധത്തിൽ നമ്മളത് ഉപയോഗിച്ചിട്ടുണ്ടോ സംശയം. ഏതായാലും ഇതൊക്കെ ഒരു അവസരമാണ് അല്ലേ? അപ്പം നിങ്ങൾ ചെയ്ത് നോക്കണം ഇതുപോലെ. അപ്പോൾ ഇത് കഴുകി വൃത്തിയാക്കിക്കൊണ്ട് വരട്ടെ. അപ്പോൾ എന്നിട്ട് എള്ളൊക്കെ നല്ല വൃത്തിയായിട്ട് കഴുകി ഒരു 3-4 പ്രാവശ്യമെങ്കിലും കഴുകി എടുക്കണം കേട്ടോ. കഴുകി നമ്മളിത് ഇതേപോലെ ഉരുക്കിയെടുത്ത പാത്രത്തിൻ്റെ അകത്ത് വെച്ചിരിക്കണം, വെള്ളം ഒന്ന് വാലാനായിട്ട്. പക്ഷേ ഇതെത്ര ഇങ്ങനെ ചെയ്താലും ആ വെള്ളം പോകത്തില്ല. അപ്പോൾ നമ്മൾ ഒരു കോട്ടൺ തുണി എടുത്തിട്ട് ആ കോട്ടൺ തുണിക്കകത്തിട്ട് ഇതൊന്ന് കുടഞ്ഞപ്പോൾ, അതല്ലെന്നുണ്ടെങ്കിൽ വെയിലത്താണേലും വെച്ചാൽ മതി. ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത്. ഇതുണ്ട്. കാര്യം നമ്മളിത് ഒന്ന് ചെറുതായിട്ട് വാർത്തെടുക്കാനായിട്ടാണ്. വെള്ളമയം ഉണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് ആ വെള്ളമയം മാറ്റിയതിന് ശേഷം വേണം നമുക്കത് വാർത്തെടുക്കാനായിട്ട്. ഇതുണ്ട് വെള്ളം കണ്ട്. ഇതൊരു 350 ഗ്രാം ചക്കരയാണ്, അതാ കരിപ്പെട്ടി. ഇതുണ്ടെങ്കിൽ ഇതെടുക്കുക, അതല്ലെന്നുണ്ടെങ്കിൽ ശർക്കര ഉണ്ടയാണെങ്കിലും മതി. ഇതാണ് കുറച്ചുകൂടെ നല്ലത്, കിട്ടുന്നെങ്കിൽ അത് മേടിക്കുക. ഇത് നമുക്ക് ഇട്ട് കൊടുക്കുക. ഒരല്പം വെള്ളവും കൂടെ ഒഴിച്ച് നമുക്ക് ഈ ശർക്കരയൊന്ന് ഉരുക്കിയെടുക്കണം. ഏകദേശം ഇതിനൊരു അരപ്പാത്രം വെള്ളം നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. ഇത് ഒന്ന് ഉരുക്കി വരാൻ സമയമെടുക്കും. അതവിടെ ഇരിക്കട്ടെ. ഈ സമയം കൊണ്ട് നമുക്ക് ആ എള്ളൊക്കെ ഒന്ന് വറുത്തെടുക്കണം. അടുപ്പൊന്ന് കത്തിച്ച ശേഷം നമുക്ക് ഇതേപോലെ ഒരു പാൻ അങ്ങോട്ട് വെച്ച് കൊടുക്കാം. പാനൊന്ന് ചൂടായതിന് ശേഷം നമ്മൾ ഈ എള്ള അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ എള്ള് ഒന്ന് വറുത്തെടുക്കണം. തീ കുറച്ച് വെച്ച് വേണം എള്ള് വറുത്തെടുക്കാനായിട്ട്. ഇത് ചെറുതായിട്ടൊന്ന് പടപടാന്നൊന്ന് പൊട്ടി വരണം. അത്രയും സമയം ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഈ എള്ള് കരിഞ്ഞു പോകല്ലോ കേട്ടോ. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം, ഇനി അടുത്ത് തന്നെ നിൽക്കണം. ഇതേപോലെ ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും ഇത് വേറെ പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ ഇതിങ്ങനെ നേരത്തെ അങ്ങോട്ടിട്ട് ഇതേ പാൻ തന്നെ നമ്മൾ ഒന്നുകൂടെ അടുപ്പത്തിട്ട് വെക്കുകയാണ്. അതിനുശേഷം ഇത് നമുക്ക് വേണ്ടത് അവലാണ്. ഞാൻ എടുത്തിരിക്കുന്ന മട്ട അരിയുടെ അവലാണ്. വെള്ള അരിയുടെ എടുക്കല്ല, മട്ട അരിയുടെ തന്നെ എടുക്കണം. അപ്പോൾ ആ അവൽ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ ഏകദേശം ഒരു 100 ഗ്രാം അളവിൽ അവൽ എടുത്തിട്ടുണ്ട്. അപ്പം നമ്മളിത് ചെയ്യുമ്പോഴത്തേക്ക് എള്ളാണ് കൂടുതൽ വേണ്ട കേട്ടോ. 150 ഗ്രാം എള്ളും 100 ഗ്രാം അവലും എടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് ഇളക്കി കൊടുത്ത് അവലവിടെ കിടക്കട്ടെ. നമുക്ക് ചക്കര റെഡിയായി നോക്കണ്ടേ. ചക്കര അല്ല കരിപ്പെട്ടി. ഇതിപ്പോൾ നമ്മളിത് ഉരുക്കിയെടുക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഇതിപ്പോൾ ഒരു നൂൽ പരുവൊന്നും ആകണ്ട കേട്ടോ. ഇതേപോലെ ഒന്ന് ഉരുക്കിയെടുക്കുക. ഇപ്പോൾ ചക്കരയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുപ്പങ്ങ് നിർത്താം. അവലിൻ്റെ പരുവെന്ന് പറഞ്ഞാൽ ഇങ്ങനെ കയ്യിലെടുക്കുമ്പോൾ ഇങ്ങനെ പൊടിഞ്ഞു വരണം. ഇപ്പം എന്താ അതുപോലെ ആയിട്ടുണ്ട്. ഇതുണ്ട്, ഇത് കാണിക്കാം. ഇതുണ്ട്. ഇതേപോലെ ഒന്ന് പൊടിയത്തക്ക രീതി, ഈ രീതിക്ക് വേണം അതെടുക്കാനായിട്ട്. ഈ അവൽ റെഡിയാക്കിയത് നമ്മളിങ്ങോട്ട് മാറ്റി വെക്കണം. അതും അപ്പോൾ അവലും എള്ളും റെഡിയാക്കിയിട്ടുണ്ട്. ശർക്കര റെഡിയായി. ഇനി അത് നമുക്കൊന്ന് റെഡിയാക്കിയെടുക്കാം. ഒരു ഉരുളി അങ്ങോട്ട് വെച്ച് കൊടുക്കാം. ഇഷ്ടമുള്ളൊരു പാത്രം അടുപ്പത്തിട്ട് വെക്കുക. ഉരുളിയോ ചീനച്ചട്ടിയോ ഏതാണെന്ന് വെച്ചാൽ. ഉരുളി ചൂടായതിന് ശേഷം നമുക്ക് ആദ്യമേ തന്നെ വേണ്ടത് ഒരല്പം നെയ്യാണ്. നല്ല നെയ്യ് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. ഞാൻ ഒരു 2 ടീസ്പൂൺ അളവിൽ നെയ്യ് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്ക് കുറച്ച് കടലപ്പരിപ്പോ അതുപോലെ തന്നെ കപ്പലണ്ടിയോ നമുക്കിഷ്ടമുള്ള അതിൻ്റെ അകത്തില്ല കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് നമുക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കും. ഇതേപോലെ ഒരു കൈ. കടലപ്പരിപ്പ് കപ്പലണ്ടിയൊക്കെ ഓപ്ഷനാണ് കേട്ടോ. ഇപ്പോൾ താല്പര്യമുള്ളവർ ചേർത്താൽ മതി കേട്ടോ. ഇതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും ഇതേപോലെ 1 കപ്പ് തേങ്ങാപ്പീര് അത് ഇട്ട് കൊടുക്കുക. തേങ്ങാപ്പീര ഇട്ട് ഒന്ന് ഇളക്കി
ഈ തേങ്ങാപ്പേരക്കകത്ത് അല്പം വെള്ളമയം ഉണ്ടല്ലോ, അതൊന്ന് മാറ്റാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഉരുളിക്കകത്ത് ഇട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നത്. എന്നിട്ട് ഈ ഒരു രീതി ആകുമ്പോഴത്തേക്കും നമുക്കിനി വേണ്ടത് ചക്കരപ്പാനി. അപ്പോൾ നമുക്ക് ഈ ചക്കരപ്പാനി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. ഞാനത് മൊത്തം ഒഴിച്ചിട്ടുണ്ട്. 350 ഗ്രാം ഇതങ്ങോട്ട് ഇളക്കി. ഇനി നമുക്ക് വേണ്ടത് ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതേപോലെ തിളച്ച് വരുമ്പോൾ നമുക്ക് ഇച്ചിരി ഏലക്കാപ്പൊടി ആവശ്യത്തിന് ഇട്ട് കൊടുക്കണം കേട്ടോ. ഞാനിപ്പോൾ ഇതൊരു 6 ടീസ്പൂൺ അളവിൽ ഏലക്കാപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇനി ഇതിൻ്റെ അകത്തോട്ടൊരല്പം ചെറിയ ജീരകം വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്നത് ഇതൊരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കുകയാണ്. ഇത് ഓപ്ഷനാണ് കേട്ടോ, താല്പര്യമുള്ളവർക്ക് ഇട്ട് കൊടുത്താൽ മതി. എനിക്കത് ഇഷ്ടമായതുകൊണ്ടാണ് ഞാനത് ചേർക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് ഈ റെഡിയാക്കി വെച്ചിരിക്കുന്ന അവൽ ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കും. അവൽ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കും. നല്ലപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഇനിയും വേണ്ടത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ എള്ളൂടെ ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കും. കാരണം ഈ എള്ളിനെന്ന് പറയുമ്പോൾ ഒരു ചെറിയ കൈപ്രാസമുണ്ട് അല്ലേ, അതിനാണ് ഈ മധുരം ആവശ്യത്തിന് ചേർക്കുന്നത്, കൈപ്രാസം അറിയാതിരിക്കാൻ വേണ്ടി. അപ്പം നമ്മളിതൊക്കെ ചേർക്കുമ്പോഴത്തേക്കും തീ കുറച്ച് വെച്ച് വേണം അത് റെഡിയാക്കി എടുക്കാനായിട്ട് കേട്ടോ. തീ കൂട്ടി വെച്ച് കൊടുക്കില്ല, ഇനി ഒന്ന് ഇളക്കി കൊടുക്കും. എള്ള് ചേർത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കി ഈ ശർക്കരയും അവലും നമ്മൾ ചേർത്തിരിക്കുന്ന ഏലക്കാപ്പൊടിക്കകത്തും ഒക്കെ ആയിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി ഇതെല്ലാം അത് പിടിക്കണം. ഇതിൻ്റെ അകത്ത് കിടന്ന് നമ്മൾ അവർ വിളയിച്ചെടുക്കുന്നില്ലേ ആ ഒരു രീതിക്ക് തന്നെയാണ്. പക്ഷേ ഇത് എള്ളിട്ട് വിളയിച്ചെടുക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ എന്നാ പറഞ്ഞാലും ഇത് പൊളി ആയിട്ടാണല്ലോ. പണ്ട് ഓർക്കുന്നു നമ്മൾ ഇത് മേടിച്ച് നമ്മുടെ പിള്ളേർക്ക് കൊടുത്തിട്ടുണ്ട്. അതായത് യൂട്യൂബൊക്കെ തുടങ്ങുന്നതിന് മുമ്പ്. കാര്യം അത്രയേറെ ഗുണങ്ങളുള്ള ഒരു ഐറ്റമാണ്. പ്രത്യേകിച്ചും ഈ സ്ത്രീകൾക്കാണേലും ഈ ശരീരം മെലിഞ്ഞിരിക്കുന്നവർക്ക് രക്തക്കുറവിന് മുടി കൊഴിച്ചിലിന് അങ്ങനെ വളരെയേറെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ഇത്. ഞാനും പറഞ്ഞു കേട്ടിട്ടുണ്ട് അങ്ങനെ. ഈ എള്ള് കൂടുതൽ ഈ എള്ള് ചേർക്കുമ്പോൾ എള്ളാണ് ഇതിൻ്റെ അവലല്ല, എള്ള് ചേർക്കുമ്പോൾ നല്ലൊരു ഔഷധ ഗുണമുള്ള ഒരു സാധനമാണ്. തീർച്ചയായിട്ടും ഇതൊക്കെ വീട്ടിലെ കുട്ടികൾക്കും അല്ല മുതിർന്നവർക്കും ഒക്കെ ഇത് ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ്. പെണ്ണുങ്ങൾക്കൊക്കെ കഴിക്കാം. നിങ്ങൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെ കേട്ടോ. നമ്മളിത് ചെയ്തുകൊണ്ട് പറയല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ എള്ളിൻ്റെ ഗുണങ്ങൾ. അപ്പോൾ ഇതേപോലെ ഒരു രീതി ചെയ്തെടുക്കുമ്പോഴത്തേക്കും അതിൻ്റെ കയ്പും മറ്റുള്ള കമർപ്പും ഒക്കെ ഒന്ന് മാറിക്കിട്ടും. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ചെയ്ത് കൊടുക്കണം, പിള്ളേർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. എല്ലാവരും അപ്പോൾ ഇത് നല്ല പോലെ ഒന്ന് വിളയിച്ചെടുക്കുക. പിന്നെ വേറെ ഇത് കട്ടിയാവുന്നതെന്ന് പറഞ്ഞാൽ ചക്കര നമ്മൾ ഒരു നൂൽ പരുവമൊക്കെ ആകുമ്പോഴത്തേക്കാണ് ഇത് കട്ടിയായിപ്പോവും. പക്ഷേ നമ്മൾ നേരത്തെ റെഡിയാക്കിയിരിക്കുന്ന പോലൊക്കെ ആണെങ്കിൽ ഒരു പ്രശ്നമില്ല, കുറേ നാളിരുന്നോളും. അപ്പം ഇത് കഴിച്ചു നോക്ക്. എല്ലാം അത് കഴിച്ചു നോക്ക്. കഴിച്ചു നോക്ക്. ആ കമർപ്പോ അല്ല ഇതുണ്ടല്ലോ ആ എള്ളിൻ്റെ ഒരു കയ്പ്പ് രസം പോലെ ഉണ്ട്. അതൊന്നുമില്ല. ഇല്ലല്ലോ, നല്ല വൃത്തിയായിട്ടൊരു ഫുഡ്, നല്ല അവല് വിളയിച്ച പോലെ തന്നെ ഇരിക്കുന്നു കേട്ടോ. അപ്പോൾ കുഴപ്പമില്ല അല്ലേ. അപ്പം നിങ്ങൾ മധുരം മുന്നിട്ട് നിൽക്കുന്നുണ്ട്, അപ്പം കയ്പ് അറിയുന്നില്ല. ഇല്ല. അപ്പം നിങ്ങൾ ഒരു കാര്യം ചെയ്യണം, നിങ്ങൾക്ക് ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഞാൻ ചേർത്തിരിക്കുന്ന പോലെ തന്നെ നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡാണ്. ഇന്നത്തെ കാലത്ത് നമുക്കറിയാമല്ലോ, നല്ല നല്ല ആഹാരങ്ങൾ നമ്മൾ കഴിക്കാൻ മെനക്കെടുന്നില്ല. അതും സത്യമായ കാര്യം തന്നെ അല്ലേ. അപ്പോൾ എല്ലാം കടയിൽ നിന്നൊക്കെ മേടിച്ചാണ് കഴിക്കുന്നത്. അപ്പോൾ വീട്ടിൽ തന്നെ ഇതേപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഐറ്റങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ നല്ല ആരോഗ്യം ഇങ്ങോട്ട് വരട്ടെ. തീർച്ചയായും നമ്മളൊരു ടിന്നിൻ്റെ അകത്ത് ഇട്ട് വെച്ചാൽ മതി. കുറച്ച് ഒരു 1-2 സ്പൂൺ വെച്ചാണെങ്കിലും എടുത്ത് കഴിക്കാവുന്നതാണ്. പോത്തുമില്ല. അപ്പോൾ ഒരു ചെറിയ തീയിൽ ഒരു 4-5 മിനിറ്റ് കൂടി ഇങ്ങനെ അടുപ്പത്ത് കിടന്ന് ഇത് നല്ലപോലെ വേളയിച്ചെടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്കത് നിർത്താം അല്ലേ. ഇനി നമുക്ക് ഈ അടുപ്പങ്ങ് നിർത്താം. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെ നമ്മുടെ വീടുകളിലൊക്കെ ചെയ്തെടുക്കാവുന്നതാണ്. ഒരുപാട് ഐറ്റങ്ങളൊന്നുമില്ല, വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാം. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. വീടുകളിലൊക്കെ ചെയ്തെടുക്കേണ്ട കേട്ടോ. എല്ലാ വീടുകളും സൂക്ഷിക്കേണ്ട ഐറ്റം തന്നെയാണ് എള്ളും അവലയും ചക്കരയും കൊണ്ട് കേട്ടോ. അപ്പം വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. വേറൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം. ബൈ.